ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ലഭിച്ച നല്ല ഭാഗ്യത്തെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവ് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. സമയം വളരെ മുന്നോട്ട് പോയല്ലോ. സ്തോത്രം. ഒരു ഗാനത്തിൻ്റെ ചില വരികൾ പാടി നമുക്ക് രാത്രികാലം നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം. കഴിയുമെങ്കിൽ ഹല്ലേലൂയ കരങ്ങളെ തട്ടി സ്തുതിച്ചിടുവിൻ, കീർത്തനങ്ങൾ ദേവനു പാടിടുവിൻ. സ്തുതിയുചിതം മനോഹരവും നല്ലതുമെന്നറിവിൻ. സ്തുതിച്ചിടുവിൻ, കീർത്തനങ്ങൾ ദേവനു പാടിടുവിൻ. സ്തുതിയുചിതം മനോഹരവും ദേവാദിദേവനെ പാരിൽ വന്നു, പാപിയെ തേടി വന്നു, വല്ലവനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. വല്ലവനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. തിരുക്കരങ്ങൾ നിരത്തി വച്ചു, താരകങ്ങൾ ഒരു തീയവൻ നമുക്കുരച്ച മാർഗമതിന്നു മുന്നേ. തിരുക്കരങ്ങൾ നിരത്തി വച്ചു, താരകങ്ങൾ ഗഗനേ. ഒരു തീയവൻ നമുക്കുരച്ച മാർഗമതിന്നു മുന്നേ. ദേവാദിദേവനെ പാരിൽ വന്നു, പാപിയെ തേടി വന്നു, വല്ലവനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. വല്ലവനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. എല്ലാ കണ്ണുകളിൽ കരുണയും കരതലനം കേട്ടില്ല മാനവരിൽ കാതുകൾ തൻ വചനം. ദേവാദിദേവനെ പാരിൽ വന്നു, പാപിയെ തേടി വന്നു, വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. വല്ലഭനായി ജീവിക്കുന്നു നമുക്കായി. സ്വർഗീയ നല്ല പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രികാലം നിന്റെ മക്കളായിട്ട് നിങ്ങൾക്ക് നിന്റെ സന്നിധിയിൽ കടന്നു വരുവാനും നിന്റെ മാറ്റമില്ലാത്ത വചനത്തെ പറ്റി പഠിക്കുവാൻ തക്കവണ്ണം പ്രിയദാസനിൽ കൂടി ദൈവം ഒരുക്കി തരുന്ന നല്ല സമയങ്ങൾക്കായി അടിയങ്ങൾ നന്ദിയോടെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഏതൊരുവനെയും ക്രിസ്തുവിനെ തികവുള്ളവനാക്കും നിന്റെ വചനം കർത്താവേ. ഹല്ലേലൂയ. അതിന്റെ മർമ്മങ്ങളെ പ്രസ്താവിക്കുവാൻ തക്കവണ്ണം പ്രിയദാസനെ കരങ്ങളെടുത്ത് ഉപയോഗിക്കുമാറെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം നിന്റെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവഭക്തന്മാരെയും എല്ലാ ദൈവമക്കളെയും ഇന്ന് രാത്രികാലം നിന്റെ ബലമുള്ള കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ കൂട്ടായ്മ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, എല്ലാവരുടെയും ജീവിതത്തിൽ ആത്മീയ വർധനയ്ക്ക് കാരണമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ എന്ന് നിന്റെ വചനം പഠിപ്പിക്കുമ്പോൾ ഒരു ആത്മദാഹത്തോടെ നിന്റെ സന്നിധിയിലായിരിക്കാൻ, നിന്നെ കേൾക്കുവാൻ കർത്താവെ, നിന്റെ വചനം പറയുന്നത് പോലെ ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ കേൾക്കുന്നത് ഹല്ലേലൂയ പാറമേൽ അടിസ്ഥാനമിട്ട് പണിയപ്പെടുന്ന ഒരു ദിനമായി തീരുവാൻ സ്വർഗം വീണ്ടും ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഏകാഗ്രതയോടെ അരിപ്പാൻ, എന്റെ വചനം ശ്രവിപ്പാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണമേ കർത്താവ്. നിങ്ങളെ പ്രാർത്ഥന ഏറ്റിക്കായി സ്തോത്രം. സർവമഹത്വം തിരുമേനിക്ക് യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ. ആമേൻ. Amen. Amen. Thank you, Pastor, for praying for us. And tonight I once again welcome all the pastors and all the people who joined from all different places
I like to also extend my greetings to Pastors John Biswas, Pastor Joseph, Pastor Thomas Philip, Pastor John Thomas, Pastor Sabu TP, and Pastor Shibu Thomas also. Welcome, and I pray that may the Lord bless every one of us tonight. ഇന്ന് രാത്രിയിൽ നാം എഫേസ്യ ലേഖനത്തിലേക്ക് വീണ്ടും നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണ്. 66-ാമത്തെ നമ്മുടെ ക്ലാസ്സിലേക്കാണ് ഈ രാത്രിയിൽ നാം പ്രവേശിക്കുന്നത്. എഫേസ്യ ലേഖനത്തിന്റെ 5-ാം അധ്യായമാണ് നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. As I always say, we are meditating on 3 words as we divide this book of epistle, or the epistle of Ephesians, into 3 parts. One is the wealth, and the second one is the walk, and the third one is the warfare. We can see a very good equipped soldier in chapter 6, for which the writer and the author of this book, St. Paul, is trying to educate them what are the wealth in the heavenly places that they are already blessed with, and what are the things in the practical Christian life they have to follow and practice to be able to become an equipped soldier of Jesus Christ, ready to do the warfare. ക്രിസ്തുവിൽ ഒരു തികഞ്ഞ പടയാളി, യുദ്ധസന്നദ്ധനായി നിൽക്കുന്ന ഒരു പടയാളിയെ ഒരുക്കിയെടുക്കുക എന്നുള്ള ധർമ്മത്തോടുകൂടെ പൗലോസ് എഴുതപ്പെട്ടതായ ഈ ലേഖനത്തിന്റെ ആദ്യത്തെ 1-2 അധ്യായങ്ങളിൽ ആ പടയാളിക്ക് ക്രിസ്തുയേശുവിലൂടെ ലഭിച്ചിരിക്കുന്ന ആത്മീയ നന്മകളെ കുറിച്ച് അവനെ ബോധവാന്മാരാക്കുമ്പോൾ തന്നെ തുടർന്നുള്ളതായ ചില അധ്യായങ്ങളിൽ, 5 വരെയുള്ള അധ്യായങ്ങളിൽ ആ പടയാളി അനുവർത്തിക്കേണ്ട അനുദിന ജീവിതത്തിലെ പ്രായോഗികമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പൗലോസ് വിസ്തരിച്ച് പറയുന്നത്. The title or the cream of chapter number 5 is to walk in love and walk in light. And there are so many things Paul is mentioning in that big subject, walking in love and walking in light, which are awake and arise. And the thing that we have been studying in the last few weeks are living by being filled in spirit. കഴിഞ്ഞ 1-2 ആഴ്ചകളായിട്ട് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മാവ് നിറഞ്ഞവരായി ജീവിക്കുക എന്നുള്ള കാര്യമാണ്. ആത്മാവ് നിറഞ്ഞവരായി ജീവിക്കുക. ആത്മാവ് നിറഞ്ഞവരായി ജീവിക്കുക എന്ന് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുമ്പോൾ, അങ്ങനെ ജീവിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് പൗലോസ് അവിടെ പറയുന്നുണ്ട്. അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായി നടക്കണം. 2, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. 3, ദൈവത്തിന്റെ ഇഷ്ടം ഇന്നത് എന്ന് ഗ്രഹിക്കണം. 4, വീഞ്ഞു കുടിച്ചു മത്തരാകാതെ ആത്മാവ് നിറഞ്ഞവരായിരിക്കണം. 5, സ്പീക്കിംഗ് ടു അതേഴ്സ്, മറ്റുള്ളവരോട് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും സംസാരിക്കണം. അതുപോലെ തന്നെ ദൈവത്തിന് പാടുകയും ചെയ്യണം. നന്ദിയുള്ളവരായിരിക്കണം. ഇങ്ങനെയുള്ളതായ ഈ 6-7 കൂട്ടം കാര്യങ്ങളാണ് ആത്മാവ് നിറഞ്ഞവരായി ആത്മമണ്ഡലങ്ങളിൽ ചെയ്യേണ്ടതായ കാര്യങ്ങൾ. So today again we are going to be meditating on the things that we must be careful about in our practical Christian life, being filled in the Spirit. Being filled in the Spirit. So we will look into verse number 21 tonight, verse number 21, chapter 5, verse number 21. And it says, subject to one another in the fear of Christ. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ട് ഇരിക്കുവിൻ. We can see this in verse number 21. Paul speaks of we must be subject to one another in the fear of Christ. In other words, we must clothe ourselves with humility,
താഴ്മ ധരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കും. So we can see a particular word, subject here, subject. The English word subject has a lot of different meanings. ഇംഗ്ലീഷിലുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്ന വാക്കിന് ഒത്തിരി വിഭിന്നമായ അർത്ഥങ്ങളുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അർത്ഥങ്ങൾ മാറിക്കൊണ്ടിരിക്കും. When we describe about something and that something is the subject of the description, ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ വിവരിച്ച് പറയുമ്പോൾ ഒരു സ്ഥലത്തെക്കുറിച്ചാകാം, ഒരു സംഭവത്തെക്കുറിച്ചാകാം, ഒരു സാധനത്തെക്കുറിച്ചാകാം, അതിനെക്കുറിച്ച് വിവരിച്ചു പറയുമ്പോൾ ആ സംഗതിയുടെ അല്ലെങ്കിൽ ആ സംഭവത്തിൻ്റെ അല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ ആ കാര്യത്തെയാണ് നമ്മളൊരു സബ്ജക്റ്റ് എന്ന് പറയുന്നത്. When we speak about a person can become a subject. ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ ആ വ്യക്തി ഒരു സബ്ജക്റ്റ് ആയി തീരാൻ സാധ്യത. When we write a letter or an email, we always have a subject. On top of the email, there is a subject line. If you use Gmail or Hotmail or Yahoo Mail, whatever kind of mail, or you're writing a letter, you will always put a subject line at the top. So that subject is the summary of the description that you're going to write below. താഴെ എഴുതാൻ പോകുന്ന വിശാലമായ ആ കത്തിൻ്റെ സംക്ഷിപ്ത രൂപമാണ് ഒരു കത്തിനോടുള്ള ബന്ധത്തിൽ, ഒരു ഇമെയിലിനോടുള്ള ബന്ധത്തിൽ സബ്ജക്റ്റ് എന്ന് പറയും. And subject can also be a branch of study in the school, in the college or the university. ഒരു സ്കൂളിലോ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ പഠിക്കുന്ന ഒരു കുഞ്ഞിനോട് ചോദിക്കുകയാണ്, what is a subject? He can tell you, mathematics is my subject. Biology is my subject. History is my subject. അപ്പോൾ ഒരു പഠിതാവിനെ സംബന്ധിച്ചിടത്തോളം സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇതൊന്നുമല്ല, ഒരു ലൈൻ ഓഫ് സ്റ്റഡിയാണ്. Praise God. A subject can also mean dependent or conditional. Example, subject to approval. That is a condition. A dependent condition. Or a dependent condition on a subject of the word. Subject to approval. A subject can also be a person under authority. സബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു പേഴ്സൺ അണ്ടർ അതോറിറ്റിയാണ്. ഒരു വ്യക്തിയുടെ അധീനതയിലുള്ള മറ്റൊരു വ്യക്തിക്ക് സബ്ജക്റ്റ് എന്ന് പറയാം. സബ്ജക്റ്റ് ഓഫ് എ കിങ്. വി ആർ ഓൾ സബ്ജക്റ്റ് ഓഫ് ദ റൂളേഴ്സ്, അല്ലേ? നമ്മളെല്ലാവരും നമ്മെ ഭരിക്കുന്നവരുടെ സബ്ജക്റ്റുകൾ. So here Paul is saying submitting or being subject to one another in the fear of Christ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ, ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെടുവീൻ. When we think about subjection, we always think of the younger people being subject to older people. ചെറിയ പ്രായമുള്ളവർ പ്രായത്തിൽ മുതിർന്നവർക്ക് കീഴ്പ്പെടണമെന്നാണ് സബ്ജക്ഷൻ അല്ലെങ്കിൽ കീഴ്പ്പെടൽ എന്ന പദം കേൾക്കുമ്പോൾ നമ്മുടെ ചിന്താധാരയിൽ ആദ്യമായിട്ട് കടന്നു വരുന്നത്. But what Paul is saying here, our subjection should be to one another, not only the younger ones to the older ones, but also the older ones to the younger ones. ചെറിയവര് വലിയവരൊക്കെ കീഴടങ്ങിയിരിക്കുക മാത്രമല്ല, വലിയവരും പ്രായഭേദമില്ലാതെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിസ്തുവിന്റെ ഭയത്തിൽ കീഴ്പ്പെട്ടിരിക്കണമെന്നാണ് ഇവിടെ പൗലോസ് ഉദ്ദേശിക്കുന്നത്. When we turn to 1 Peter chapter 5 verse 5, 1 Peter chapter 5 verse 5, and Peter says, all of you, no matter what age you are in, doesn't matter, all of you, clothe yourself with humility
towards one another. എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. And then he says, God is opposed to the proud, but he gives grace to the humble. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകും. So this must open our eyes tonight to get the good understanding of the matter of subjection. കീഴ്പ്പെടുക എന്നുള്ള പദത്തിന്റെ ഒരു നല്ല രീതിയിൽ അതിനെ മനസ്സിലാക്കുവാൻ നമ്മുടെ ദൃഷ്ടി ഈ രാത്രി കണ്ണുകൾ തുറക്കപ്പെടുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. Here the word subjection or കീഴ്പ്പെടൽ എന്ന് പറയുന്ന ആ വാക്കിന് ചില അർത്ഥങ്ങൾ. obey each other, show humility, work collaboratively, mutual understanding. See, the subjection is കീഴ്പ്പെടുത്തുകയല്ല. കീഴ്പ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യോന്യം അനുസരിക്കുക, അന്യോന്യം താഴ്മയുള്ളവരായിരിക്കുക, സഹകരിച്ച് പ്രവർത്തിക്കുക, പരസ്പര ധാരണയോടുകൂടെ പ്രവർത്തിക്കുക എന്നൊക്കെയുള്ള അർത്ഥതലങ്ങളാണ് ഇവിടെ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. And Paul says to be in the fear of Christ. ക്രിസ്തുവിന്റെ ഭയത്തിലാണ് കീഴ്പ്പെടേണ്ടത് എന്ന് പൗലോസ് പറയുമ്പോൾ, offending Christ being the head of the church. Offending എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു ഭയത്തിൽ കീഴ്പ്പെടുക എന്ന് പറയുമ്പോൾ തലയെന്ന നിലയിൽ യേശുക്രിസ്തു ദൈവസഭയുടെ അധിപതിയാണ്. അപ്പോൾ ആ തലയെന്ന നിലയിൽ ക്രിസ്തുവിനെ വ്രണപ്പെടുത്താതെ അതിൽ അവനെ ഭയപ്പെട്ടുകൊണ്ട് ദൈവസഭയെ അന്യോന്യം കീഴ്പ്പെടുക എന്നുള്ളതാണ്. In the fear of Christ, subject to another. In the fear of Christ, that is very important to be underlined. In the fear of Christ. That means Christ being the head of the church. സഭയുടെ തലയായിരിക്കുന്ന ക്രിസ്തുവിനെ ഓർത്ത് ആ ക്രിസ്തുവിന്റെ ഭയത്തിൽ ക്രിസ്തുവിനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ക്രിസ്തുവിനെ അനുസരിക്കുന്നുണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ സഭയാണ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ആ ചിന്തയുണ്ടെങ്കിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം എന്നുള്ളതാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. So what Paul wants to highlight here, that we must remember Christ is the head. And he says in verse number 23, Christ being the savior and the head of the church. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നു, ശിരസാകുന്നു എന്ന് താൻ ഇവിടെ 23-ാമത്തെ വാക്യത്തിൽ പറയുന്നതായിട്ട് കാണുന്നുണ്ട്. So if we mistreat any member of the body, we offend the head of the body. നാം ശരീരത്തിലെ ഏതെങ്കിലും അവയവത്തോട് മോശമായി പെരുമാറുകയാണെങ്കിൽ, അല്ലെങ്കിൽ കീഴ്പ്പെടാതെ വണ്ണം, അനുസരിക്കാതെ വണ്ണം, സഹകരിച്ച് പ്രവർത്തിക്കാതെ വണ്ണം, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ വണ്ണം പ്രവർത്തിക്കുകയാണെങ്കിൽ ശരീരത്തിന്റെ തലയെ നാം വ്രണപ്പെടുത്തുകയാണ്, വേദനിപ്പിക്കുകയാണ്, ശിരസിനോട് മോശമായി പെരുമാറുകയാണ് എന്നുള്ള കാര്യം പറയേണ്ടതിനായിട്ടാണ് പൗലോസ് ഇവിടെ പറഞ്ഞത്. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുക. So we need to keep the relationship with the members of the body in the fear of the head being Christ Jesus. When we speak, when we sing, when we sing and give thanks in the name of the Lord Jesus Christ, we are practicing to submit ourselves and being humble to one another.
പൗലോസ് പറഞ്ഞത് 18-ാമത്തെ വാക്യത്തിൽ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചു. തമ്മിൽ, സഭയ്ക്കകത്ത് തമ്മിൽ സംസാരിക്കുന്ന ദൈവമക്കൾ തമ്മിൽ സംസാരിക്കും. ദൈവത്തിന് പാടിയും രണ്ട് കാര്യങ്ങൾ നടക്കണം. ഒന്ന്, തമ്മിൽ സംസാരിക്കുന്നതിന് സങ്കീർത്തനങ്ങൾ സ്തുതികളും ആത്മീയ ഗീതങ്ങൾ. രണ്ടാമത് ദൈവത്തിന് പാടും. ഈ രണ്ട് കാര്യങ്ങളും ചെയ്യുന്ന വ്യക്തികളിൽ ഉണ്ടാകേണ്ടതായ ഒരു സ്വഭാവമാണ് സബ്മിറ്റ് ടു വൺ അനദർ, അന്യോന്യം കീഴ്പ്പെടുക. ബീങ് ഹംബിൾ ടു വൺ അനദർ, താഴ്മ ധരിക്കുക. We first will submit to Christ the head, and then we will submit to the body of Christ. ദൈവത്തിന് നമ്മൾ കീഴ്പ്പെടുന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവാകുന്ന ശിരസ്സിന് കീഴ്പ്പെടുന്ന ഒരു വ്യക്തി അവന്റെ സഭയ്ക്കും അന്യോന്യം കീഴ്പ്പെട്ടിരിക്കും. Praise the Lord. നാം ക്രിസ്തുവിന് കീഴ്പ്പെടുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നാം ആർക്ക് കീഴ്പ്പെടുന്നില്ല? അന്യോന്യം കീഴ്പ്പെടുന്നില്ല. So when we submit ourselves to Christ the head, we will automatically submit to each other, one another in the church. So the subjection comes from singing, psalming, and giving thanks. The singing, psalming, and giving thanks come from being filled in spirit. അപ്പോ കീഴ്പ്പെടുക എന്നുള്ളത് ഈ പാട്ട് പാടുന്നവരുടെയും സങ്കീർത്തനം പറയുന്നവരുടെയും ആത്മീക ഗാനങ്ങൾ പാടുന്നവരുടെയും ഒരു സ്വഭാവവിശേഷമാണ്. പക്ഷെങ്കിൽ പാടുക, സങ്കീർത്തനങ്ങൾ പറയുക, അല്ലെങ്കിൽ ദൈവത്തിന് കീർത്തനം ചെയ്യുക എന്നൊക്കെ ഉള്ളത് ആത്മാവ് നിറഞ്ഞവരുടെ ലക്ഷണമാണ്. So the proper church people are those who are submissive by speaking, singing, serving, and giving thanks to God from their inner part of the body. ആന്തരിക മനുഷ്യനിൽ നിന്ന്, അകത്തെ മനുഷ്യനിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് ദൈവത്തിന് പാടുക എന്ന് പറഞ്ഞേ. അങ്ങനെ ദൈവത്തിന് പാടുകയും തമ്മിൽ സംസാരിക്കുകയും സങ്കീർത്തനങ്ങളും പ്രബോധനങ്ങളും ഒക്കെ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോപ്പർ ചർച്ച്. Hallelujah. And it will be a submissive church. A church being submissive to God, submissive to each other. Praise God. And those are the people, and that is the church that will be filled with all the fullness of God. ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരുന്ന ഈ ചാപ്റ്ററിൽ അതാണ് മുഖ്യ വിഷയം. ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരുന്ന ഒരു സഭ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശിരസ്സാകുന്ന കർത്താവിന്റെ ശരീരമാണ്. ഇങ്ങനെ ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരിക. സോ ആത്മാവ് നിറഞ്ഞവരായി, അതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത്. ആത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കുമെന്നാണ് 22 മുതൽ അങ്ങ് താഴെ വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയും. ആത്മാവ് നിറഞ്ഞാൽ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കും. ആത്മാവ് നിറഞ്ഞാൽ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കും. ആത്മാവ് നിറഞ്ഞാൽ 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കും. ആത്മാവ് നിറഞ്ഞാൽ 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യമാണല്ലോ, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ പരിപാലിക്കും. 8-ാം വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ ദാസന്മാർ യജമാനന്മാരെ അനുസരിക്കും, യജമാനന്മാർ ദാസന്മാരെ പരിഗണിക്കും, പ്രോപ്പറായിട്ട് അവരെ പരിഗണിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ആത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുവാൻ ഉള്ള കാര്യങ്ങൾ. അതിൻ്റെ എല്ലാം തലക്കെട്ടായിട്ട് ആ ദൈവദാസൻ പറയുകയാണ്, ഫസ്റ്റ് ഓഫ് ഓൾ ഫിൽഡ് ഇൻ സ്പിരിറ്റ്. അതാണ് ആദ്യം ഉണ്ടാകേണ്ടത്. അത് ഉണ്ടായി കഴിയുമ്പോൾ അനുസരണമുണ്ടാകുന്നു, സ്നേഹമുണ്ടാകുന്നു, കരുതലുണ്ടാകുന്നു, കീഴ്പ്പെടലുണ്ടാകുന്നു. ഇതെല്ലാം അതിൻ്റെ വിഭിന്നങ്ങളായിരിക്കുന്ന പ്രതിഫലനങ്ങളാണ്.
പ്രതിഫലനങ്ങളാണ്. So tonight let's jump into verse number 22. That is something that Paul is trying to speak to wives. ഭാര്യമാരോട് പറയുവാനുള്ള കാര്യങ്ങൾ പൗലോസ് 22-ാം വാക്യം മുതൽ അങ്ങോട്ട് പറയുകയാണ്. Let's look into it. And it says, wives, submit. See the word submission, submit, or being subject. Again he is repeating in case of wives. ഭാര്യമാരോടുള്ള ബന്ധത്തിൽ വീണ്ടും സബ്മിഷൻ വരികയാണ്. Submit yourselves unto your own husbands as unto the Lord. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ. What Paul is trying to say here, he's trying to explain about the proper living of subject to one another in the family. കുടുംബത്തിനകത്ത് വളരെ പ്രോപ്പറായിട്ട് കീഴടങ്ങി ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് ആദ്യമായിട്ട് താൻ പറയുകയാണ്. Praise God. ഓർക്കുക, പരസ്പരം കീഴ്പ്പെടുക എന്നുള്ളതാണ് പൗലോസ് പറഞ്ഞത്. ഇപ്പോൾ ഭാര്യമാരോട് ആദ്യമായിട്ട് പറയുകയാണ്, ഭർത്താക്കന്മാർ കീഴ്പ്പെടുക. എന്തിന്? അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നിറഞ്ഞ് ആത്മാവ് നിറഞ്ഞ് ജീവിക്കുവാനായിട്ട് പറ്റത്തുള്ളൂ. So being subject to one another is an aspect of living filled in the spirit unto all the fullness of God. ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറഞ്ഞ് ആത്മാവിൽ ജീവിക്കുന്നതിന്റെ ഒരു വശമാണ് കീഴ്പ്പെടുക എന്നുള്ളത്. So it is an aspect of the daily living of wife and husband who are filled in the spirit unto all the fullness of God. Only by being filled in our spirit, we can have a proper married life. Praise God. I know that Dr. Thomas V. Thomas is listening to me. He is a psychologist and also a very good counselor. And he would probably love this subject. Being filled in spirit will help us to properly love and properly live in the family. Amen. Where wife is subject to her own husband as unto the Lord. As unto the Lord. In the exhortations concerning married life, Peter says, women are weak vessels. Women are weak vessels. പത്രോസ് പറയുന്നത് 1 പത്രോസ് 3:7 പറയുന്നു, സ്ത്രീ ജനം ബലഹീന പാത്രമാണ്. കാര്യമുണ്ട്. Genesis chapter 3 we see the woman being deceived by devil. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ സ്ത്രീയെ വഞ്ചിക്കുന്ന പിശാചിനെ നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. So it's women more easily get out of the line than the husbands. And knowing that, Peter and Paul is talking about women being weak vessels here. Peter further says, husbands, dwell with them according to knowledge, giving honor unto wife as unto the weaker vessel, and as being heirs together of the grace of life. എന്താണ്? ബഹുമാനം കൊടുത്തുകൊണ്ട് അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്ന് ഓർത്തുകൊണ്ട്, സ്ത്രീജനം ബലഹീനപാത്രം എന്നും ഓർത്തുകൊണ്ട് വിവേകത്തോടുകൂടെ ഭാര്യയോടുകൂടെ വസിക്കണമെന്ന് പത്രോസ് ഓർമ്മിപ്പിക്കുകയാണ്. So in Ephesians 5:25, Paul is talking about the duties of husbands towards their wives. If I ask the husbands tonight, ഇന്ന് രാത്രി ഞാൻ ഭർത്താക്കന്മാരോട് ചോദിച്ചാൽ, do you obey your wives more than
you expect your wives to obey you. നമ്മുടെ ഭാര്യമാർ ഭർത്താക്കന്മാരെ അനുസരിക്കണം എന്ന് ചിന്തിക്കുന്നത് പോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ അനുസരിക്കാറുണ്ടോ? ഉണ്ടോ? Husband may think that it is not right for a husband to obey their wives. ഭർത്താക്കന്മാർ പലപ്പോഴും ചിന്തിക്കുന്നത് നല്ല കാര്യമല്ല, ഭാര്യമാരെ അനുസരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ചിലാണ് എന്ന് ചിന്തിക്കുന്ന ഭർത്താക്കന്മാർ ഒത്തിരി ഉണ്ട്. ഏതോ ഒരു കുറച്ചിൽ സംഭവിക്കുന്നത് പോലെ. According to the doctrine Paul is trying to teach us, it may be something not related to the doctrine, but in a practical life, I think it is a very good thing to obey your wives. ഡോക്ട്രിനലി അല്ലെങ്കിൽ ഉപദേശപരമായിട്ട് വളരെ ക്ലോസ്നെസ് അതിന് കാണാൻ കഴിയത്തില്ലെങ്കിലും പ്രാക്ടിക്കലായിട്ട് പ്രായോഗികമായിട്ട് ചിന്തിക്കുമ്പോൾ ഭർത്താക്കന്മാർ ഭാര്യമാരെ അനുസരിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്, വളരെ നല്ല കാര്യമാണ്. ബട്ട് ഹസ്ബൻഡ്സ് മസ്റ്റ് നോ ഹൗ ടു ഒബേ ദ വൈഫ്സ്. എങ്ങനെ അനുസരിക്കണമെന്ന് വിവേകമുള്ളവരായിരിക്കണം. പത്രോസ് പറഞ്ഞു, വിവേകത്തോടുകൂടെ ഭാര്യമാരോടുകൂടെ പാർക്കണം, വിവേകമുണ്ടായിരിക്കണം. Any husband who does not obey his wife, I think he does not know how to sympathize with her and love her. ഭാര്യമാര് പറയുന്നത് കേൾക്കാത്ത, ചെവി കൊടുക്കാത്ത ഒരു ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം ആ ഭാര്യയോട് സഹതിപ്പിക്കാനോ സ്നേഹിക്കാനോ അദ്ദേഹത്തിന് എങ്ങനെ അറിയാൻ കഴിയും? So in order for a wife to be subject to the husband must sympathize with her and even obey her and love her. ഒരു ഭാര്യ ഭർത്താവിന് കീഴടങ്ങണമെന്നുണ്ടെങ്കിൽ, അതാണ് നമ്മുടെ സബ്ജക്റ്റ് കേട്ടോ, ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുകയും എന്നതാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നാം എന്ത് ചെയ്യാൻ അറിഞ്ഞിരിക്കണം? അവളോട് സഹതാപം കാണിക്കുവാനും സ്നേഹിക്കുവാനും അനുസരിക്കുവാനും അറിവുള്ളവരായിരിക്കണം. ഇല്ലാത്തിടത്തോളം കാലം ഡു നോട്ട് എക്സ്പെക്ട് ദം ടു ബി സബ്ജക്റ്റീവ്. അല്ലാത്തിടത്തോളം കാലം ഭാര്യമാർ കീഴ്പ്പെടുമെന്നൊന്നും ഒരിക്കലും എന്ത് ചെയ്യരുത്, ചിന്തിക്കാനേ പോകരുത്, പൊട്ടത്തരം കാണിക്കരുത്. Praise the Lord. Remember what we are doing here. We are learning practical Christian life. പ്രായോഗികമായിരിക്കുന്ന ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചാണ്. അതിനകത്ത് കുടുംബം, ഭാര്യ ഭർത്താവ് എന്നുള്ള ആ ലൈനിലൂടെയാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. The aspect of practical Christian life. See, the only being obedient or obedience is the only one who can beget obedience. അനുസരണത്തിന് മാത്രമേ അനുസരണത്തെ ജനിപ്പിക്കാൻ കഴിയത്തുള്ളൂ. Only obedience can beget obedience. Only obedience can pay the price to produce obedience in others. മറ്റുള്ളവർ നമ്മെ അനുസരിക്കുവാൻ അനുസരണമെന്ന് പറയുന്ന വില നാം അങ്ങോട്ട് കൊടുക്കേണ്ടതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർ നമ്മെ അനുസരിക്കുവാനായിട്ട് അയച്ചെടുത്തു. If a husband never obeys his wife, it will be very difficult for his wife to obey him or being subject to him. So Paul is taking care firstly of the weaker side, that is wives, and then of the stronger side, that is husband. പൗലോസ് ആദ്യമായിട്ട് ദുർബലമായ വശം, അതേതാണ്, ഭാര്യമാർ, അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് പിന്നീട് ശക്തമായ വശത്തെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്, ഭർത്താക്കന്മാർ എന്ന് പറയുന്ന വശത്തെക്കുറിച്ച്. Those on the stronger side, being husbands, should not place demands on those on the weaker side. ശക്തമായ വശത്ത് നിൽക്കുന്ന ഭർത്താക്കന്മാർ ദുർബലമായ വശത്ത് നിൽക്കുന്ന ആ പ്രിയപ്പെട്ടവളോട്
വലിയ ഡിമാൻഡുകളൊന്നും വെച്ച് സബ്ജക്റ്റ് ആക്കുവാനായിട്ട് ശ്രമിക്കരുത്, കീഴ്പ്പെടുത്തുവാനായിട്ട് എന്ത് ചെയ്യരുത്, ശ്രമിക്കരുത്. Husbands obeying their wives does not deny the obvious fact in chapter 5 verse 22 that wives are subject to the husbands. 5:22 പറയുന്ന ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക്, സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുവീൻ, ക്രിസ്തുവിന്റെ ഭയത്തിൽ എന്ന് പറയുന്നതായ കാര്യം ഒരിക്കലും ഒരു ഹസ്ബൻഡ് വൈഫിനെ അനുസരിച്ചതുകൊണ്ട് അതൊന്നും മാറിപ്പോവാനായിട്ടൊന്നും പോകുന്നില്ല. And Paul is saying subject to their own husbands. സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുക. രസകരമായി നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. രസകരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ, കല്യാണം കഴിക്കുന്ന ആദ്യകാലങ്ങളിൽ പരസ്പരം ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഭാര്യമാർ ചിന്തിക്കുന്നത്, എൻ്റെ ഭർത്താവ് ഈ ലോകത്തിലെ ഏറ്റവും ശക്തൻ, ഏറ്റവും സമർത്ഥൻ, ഏറ്റവും സൗന്ദര്യമുള്ളവൻ എന്നൊക്കെ പറഞ്ഞാണ് ഇരിക്കുന്നത്. പക്ഷെ നാളുകൾ കഴിയുമ്പോൾ ചില ഭാര്യമാർക്ക് തോന്നാം, അപ്പുറത്തെ ഭർത്താവ് കുറച്ചുകൂടെ കാര്യപ്രാപ്തിയുള്ളവൻ, അപ്പുറത്തെ ഭർത്താവ് കുറച്ചുകൂടെ സൗന്ദര്യമുള്ള, അപ്പുറത്തെ ഭർത്താവ് കുറച്ചുകൂടി ഇംഗ്ലീഷ് അറിയാവുന്നു, അപ്പുറത്തെ ഭർത്താവ് കുറച്ചുകൂടെ സ്നേഹമുള്ള. അതുകൊണ്ടായിരിക്കാം പൗലോസ് പറഞ്ഞത് സ്വന്തം ഭർത്താവിന് കീഴടങ്ങുക. സോ as time goes, some wives may compare other husbands with their husbands, and they might think that the other husband is better than their husband. So Paul is saying, being subject to your own husbands. If you are filled in spirit, if you are psalming and singing unto the Lord and speaking to each other with melodies in your heart, subject to your own husband in the fear of God. This is a way for Satan to damage the married life. When people start comparing, താരതമ്യപ്പെടുത്തുന്ന സമയങ്ങളിലാണ് ആത്മാവ് നിറഞ്ഞ അനുഭവങ്ങളൊക്കെ മാറിയിട്ട് പിശാച് കയറി കുടുംബജീവിതത്തെ ഡാമേജ് ആക്കുവാനായിട്ട് ശ്രമിക്കുന്നതായ സമയങ്ങൾ എന്ന് പറയുന്നത്. കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുകയും. So the wives must realize that in the eyes of the Lord, the husband is representing the Lord. ദൈവിക ദൃഷ്ടിയിൽ കർത്താവിനെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ഭർത്താവ് എന്ന് ഭാര്യമാർ പരിഗണിക്കണം. And he is saying, Peter is bringing an example of Sarah being subject to her husband Abraham in chapter 3 verse 6. പത്രോസ് 3:6 വാക്യത്തിൽ സാറ തന്റെ ഭർത്താവായിരിക്കുന്ന അബ്രഹാമിന് കീഴടങ്ങിയിരിക്കുന്നതായിട്ട് അവിടെ പത്രോസ് പഠിപ്പിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. സോ തലയായിരിക്കുന്ന, കുടുംബത്തിന്റെ തലയായിരിക്കുന്ന ഒരു ഭർത്താവ്, ഭാര്യയുടെ തലയായിരിക്കുന്ന ഒരു ഭർത്താവ്, സഭയുടെ തലയായിരിക്കുന്ന ഒരു ക്രിസ്തുവിനെ റെപ്രസെന്റ് ചെയ്യുന്ന വ്യക്തിയാണെന്ന് മനസ്സിലാക്കുവാൻ ഭർത്താവിനും ഭാര്യയ്ക്കും ഇടയായിത്തീരണം. So there are two particular words that Paul is using in chapter 5 verse 23 about the husbands being, one is being the head of the church and the other one is the savior of the body. ശരീരത്തിന്റെ രക്ഷിതാവെന്നും സഭയുടെ തലയെന്നും കർത്താവായ യേശുക്രിസ്തുവിനെ ചിത്രീകരിച്ചുകൊണ്ടാണ് പൗലോസ് 23 വാക്യത്തിൽ ഈ കാര്യം പറയുന്നത്. തല എന്ന് പറയുന്നത് അധികാരത്തെ കാണിക്കുന്നതാണ്. തല എന്ന് പറയുന്നത്, the head is always showing and representing the authority. It's a matter of authority.
matter of authority. At the same time, Savior, the word Savior is a matter of love. Is a matter of love. രക്ഷകൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹത്തെ കാണിക്കുന്ന ഏറ്റവും വലിയൊരു പദമാണ്. രക്ഷകൻ, ദൈവസ്നേഹത്തിന്റെ മകുടോദാഹരണമാണ് രക്ഷകൻ എന്ന് പറയുന്ന പദം. So being head is showing us the authority, and being Savior is showing us the love, the greatest love of God. Praise God. അപ്പോൾ അധികാരത്തെയും അതേസമയം തന്നെ സ്നേഹത്തെയും കാണിക്കുന്ന രണ്ട് പദങ്ങളാണ് തലയെന്നതും രക്ഷകൻ എന്നതും. ഇന്ന് രാത്രിയിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിനോടുള്ള ബന്ധത്തിലാണ് നാം ചിന്തിക്കുന്നത്. Who is the husband in the family? He is the one God has given the authority. ദൈവം അധികാരം കൊടുത്ത വ്യക്തി. And also he is the one who is there placed by God to spread the love of God in the family. ദൈവത്തിന്റെ സ്നേഹത്തെ മുഴുവനായിട്ടും കുടുംബത്തിനകത്ത് കാണിച്ചു കൊടുക്കേണ്ട ഒരു വ്യക്തി കൂടെയാണ് ഹസ്ബൻഡ് എന്ന് പറയുന്നത്. If you look at Jesus Christ before we close this session, you can see Christ being the head of the church, full of authority, as we read from Matthew chapter 28 verse 18 onwards. I have been given all the authority all in the heavens and in the earth. കർത്താവ് പറഞ്ഞ കാര്യം, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. He is the one with all the authority in all of the heavens and all of the earth. And if you look at the cross, you will see the love of God according to John chapter 3 verse 16. For God so loved the world that he gave his only begotten Son, that whosoever believeth in him shall not perish, but having everlasting life. Hallelujah. ക്രിസ്തുവിന്റെ സ്നേഹവും ക്രിസ്തുവിന്റെ അധികാരവും സഭയിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത് പോലെ ക്രിസ്തുവിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഹസ്ബൻഡ്സ് ഒരു ഭവനത്തിൽ അധികാരവും സ്നേഹവും വെളിപ്പെടുത്തുന്ന വ്യക്തിയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. As we close our eyes, we will continue this study next Tuesday. But as we prepare for prayer, as we bow down our heads, can I please request Pastor Barnabas പാസ്റ്റർ ഇപ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ച് ഈ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. Over to you, Pastor. പ്രാർത്ഥിക്കാം. കർത്താവേ, നന്ദിയോടെ സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ കർത്താവേ, ഇന്ന് രാത്രിയിൽ വളരെ ഗൗരവമേറിയ ഒരു വചന പഠനം എഫേസ്യ ലേഖനത്തിൽ നിന്നും ഞങ്ങളെ പഠിപ്പിക്കുവാൻ അങ്ങയുടെ ദാസനെ പ്രകാശ് പാസ്റ്ററെ അധികാരപ്പെടുത്തിയതിനായിട്ട് നന്ദി. നന്നായി പാട്ടുകളെ പാടുവാനും സംഗീത ശുശ്രൂഷ ഭംഗിയായി ചെയ്യുവാൻ അവിടുത്തെ ദാസനെ മക്കളധികം പ്രയോജനപ്പെടുത്തിയ വലിയ നന്മകൾക്കായിട്ട് സ്തോത്രം. പ്രിയ കർത്താവെ, ഞങ്ങൾ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കേണ്ടതിന്റെ ആവശ്യകതയും ഭവനത്തോടുള്ള ബന്ധത്തിൽ ഭാര്യമാര് ഭർത്താക്കന്മാരെ അനുസരിച്ച് കീഴ്പ്പെട്ടിരിക്കേണ്ടതിന്റെ കാര്യവും ഭർത്താക്കന്മാര് ഭാര്യമാരെ അനുസരിക്കേണ്ടതും മറ്റുള്ള ദൈവിക സത്യങ്ങൾ വളരെ ഗൗരവമായ നിലയിൽ ഇന്ന് രാത്രിയിലാണ് വൃത്തനിലൂടെ ഞങ്ങൾ കേൾപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നല്ലോ. കർത്താവെ, സഭയുടെ ശിരസ് അവിടുന്ന് ആകുന്നുവെങ്കിൽ ആമേൻ. കർത്താവെ, അവിടെ ശരീരമാകുന്ന ഞങ്ങൾ ദൈവസഭ അങ്ങേക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നത് പോലെ ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ആ സബ്മിഷൻ ഉണ്ടാകുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ വചനം കേട്ടു, പഠിച്ചു, ധ്യാനിച്ചു. കർത്താവെ, ആ വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കി കർത്താവിന്റെ നാമം ഏറ്റവും മഹത്വപ്പെടുത്തുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. ആത്മാവ് നിറഞ്ഞവരായി ഈ നിലവാരത്തിൽ ദൈവവചനത്തിന് കീഴ്പ്പെട്ട് ഞങ്ങൾ ജീവിച്ച് ദൈവത്തിന് മഹത്വം കരയറ്റുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ വചനം ശ്രവിച്ച എല്ലാ കർത്തൃദാസന്മാരെയും
ദൈവദാസിമാരെയും ദൈവമക്കളെയും ഞങ്ങൾ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചതിനായിട്ട് നന്ദി. തിരുവെഴുത്തുകൾ പ്രകാശിപ്പിക്കുവാൻ ഞങ്ങളുടെ ദാസന് കൊടുത്ത നല്ല ആശയങ്ങൾക്കായി, കൃപകൾക്കായിട്ട് നന്ദി. യേശുവെ, നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും അവിടുന്ന് കേട്ടതിനായിട്ട് നന്ദി. സകല മാനവമോഹത്തോട് ഈശോ മിശിഹായുടെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ. ആമേൻ.